കേരള രാഷ്ട്രീയം തെരഞ്ഞെടുപ്പിനോട് അടുക്കും തോറും പുത്തൻ രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ഒരു പരമ്പര തന്നെ തീർക്കുകയാണ് ടീം UDF. ഐഷ പോറ്റിക്ക് പിന്നാലെ ജോസ് കെ മാണിയോ എന്ന ചോദ്യമാണ് കേരളം ചർച്ച ചെയ്യുന്നത്. VD സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ വിസ്മയകരമായ മാറ്റങ്ങൾ. കൊട്ടാരക്കര പോലൊരു മണ്ഡലം ബാലകൃഷ്ണപിള്ളയുടെ കുത്തക സീറ്റായിരിക്കെ ആ കുത്തക സീറ്റ് CPMന്റെ കോർട്ടിലേക്ക് സമ്മാനിച്ച കരുത്തയായി മാറിയ ഐഷ പോറ്റി ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നതുപോലെ അടുത്ത വിസ്മയകരമായ നീക്കങ്ങൾ നടക്കുന്നത് മാണി കോൺഗ്രസിനെ UDFൽ എത്തിക്കാൻ വേണ്ടിയാണ്. ഇതിന് കാരണങ്ങൾ ഏറെയുണ്ട്. മധ്യ കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി കരുത്താർജിച്ച് തന്നെ നിൽക്കുന്ന ഈ വേളയിലും കോൺഗ്രസ് എമ്മിന് UDFലേക്ക് വാതിൽ തുറന്നിടുന്നതിന് പിന്നിൽ UDFന്റെ സ്വത്വബോധത്തിന്റെ തന്നെ ചരിത്രം പറയാനുണ്ട്. UDF ആണ് മാണി കോൺഗ്രസിന്റെ ഇടം എന്ന വസ്തുത അവർ തിരിച്ചറിയേണ്ടുന്നത് ഇവിടെയാണ്. ഇവിടെ എമ്മിനെ കൂടി UDF പാളയത്തിൽ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് മുസ്ലിം ലീഗാണ്. അതിനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമെന്നും അവർ പറയാതെ പറയുകയാണ്. UDFന്റെ സുവർണ കാലഘട്ടത്തിൽ ഒപ്പമുണ്ടായിരുന്ന എല്ലാവരെയും പടലപ്പിളക്കങ്ങളൊക്കെ മാറ്റിവെച്ച് കൂട്ടിച്ചേർക്കാനാണ് VD സതീശന്റെയും ലക്ഷ്യം. ഇപ്പോൾ തന്നെ ഇടതുചേരിയിൽ LDF കെട്ടുറപ്പിന്റെ മേലെ കൂടം കൊണ്ടടിച്ചിരിക്കുകയാണ് സതീശന്റെ വിസ്മയം പ്രോജക്ട്. കോൺഗ്രസ് എമ്മിനെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനും സമ്മർദ്ദത്തിലാക്കാനും LDF ക്യാമ്പിനെ അസ്വസ്ഥപ്പെടുത്താനും UDFനായി എന്നതാണ് വാസ്തവം. സാദിഖ് അലി ശിഹാബ് തങ്ങൾ തന്നെ പറയുകയുണ്ടായി, UDFന്റെ ചേരിയിൽ നിൽക്കേണ്ടവർ തന്നെയാണ് കോൺഗ്രസ് എം എന്നും അവർ ആ തീരുമാനത്തിലേക്ക് എത്തുമെന്ന് കരുതുന്നു എന്നും. UDFന്റെ അടിത്തറ വികസിപ്പിച്ചുകൊണ്ട് സമാന മനസ്കരായിട്ടുള്ള അതുപോലെ ചിന്തിക്കുന്നവരൊക്കെ ഞങ്ങൾക്ക് കൂടെ കൂട്ടണം എന്ന് തന്നെ. അവരുമായിട്ട് എന്തെങ്കിലും ചർച്ചകൾ നടത്തുന്നുണ്ടോ? ഔദ്യോഗികമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടില്ല. പക്ഷേ അവരുടെ മനസ്സ് UDFനൊപ്പമാണ് എന്നാണ് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അല്ലെന്ന് ജോസ് കെ മാണി ഇടയ്ക്കിടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു സാഹചര്യം ഇല്ല, LDF വിട്ടു പോകേണ്ട സാഹചര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ചർച്ചയ്ക്കൊക്കെ വരുമ്പോൾ മാറ്റമുണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. ഇതേ അഭിപ്രായമാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബിനുമുള്ളത്. UDFന്റെ ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. UDF അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ഇപ്പോൾ നടക്കുന്നതൊക്കെ അഭ്യൂഹങ്ങളാണ്. അവർ ആരെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നടക്കുന്ന അഭ്യൂഹങ്ങളാണ്. അതല്ലാതെ അദ്ദേഹം ഇതുവഴി പോകുമ്പോഴൊക്കെ തങ്ങളുടെ വീട്ടിലും ഇവിടെയൊക്കെ കയറാറുണ്ട്. അങ്ങനെ ഒരു വരവ് തന്നെയാണ് ഇന്ന് വന്നത്. വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു. അല്ലാതെ അജണ്ട വെച്ച് യാതൊരു സംസാരവും ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾ കൊടുക്കുന്ന വാർത്തയെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു, അതിന് അടിസ്ഥാനമില്ലാതും പറഞ്ഞു. അത്രേ ഉണ്ടായിട്ടുള്ളൂ. വിട്ടുകൊടുക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അല്ല അതെ 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 അല്ല അതിന് അത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത പിന്നെ അദ്ദേഹം നിഷേധിച്ചു. ആ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. ഇതൊക്കെ കേവലം വാർത്തകളാണ്, അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞു. ഔദ്യോഗിക ചർച്ചകളൊന്നും ഇത് സംബന്ധിച്ച് ഉണ്ടായിട്ടില്ലല്ലോ. അതെ അതെ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടു വാർത്ത. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. അതായത് വാർത്ത കാണാത്തതല്ല, ഞാൻ കണ്ടുപ്പോൾ. അതായത് നിലവിൽ അങ്ങനെ വാർത്ത വന്നപ്പോൾ അത് അദ്ദേഹം നിശ്ചയിച്ചു എന്ന് ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ്. അത് തന്നെയാണ് പറഞ്ഞത്. മറ്റത് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ അത് ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയും കാര്യങ്ങളും ഒക്കെ അഭ്യൂഹങ്ങളാണ് എന്ന് അദ്ദേഹം നിഷേധിച്ചു. മാത്രമല്ല ഔദ്യോഗികമായിട്ട് ഇത് സംബന്ധിച്ച് യാതൊരു ചർച്ച നടന്നിട്ടില്ല. നടക്കുമ്പോൾ നിങ്ങളോട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് എം ഇപ്പോൾ UDFലേക്ക് വരുന്നുള്ള ചർച്ച നടക്കുന്നു എന്ന ഒരു ആശങ്കയോട് കൂടിയാണ് അദ്ദേഹം അങ്ങനെ വന്ന് കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അത്തരം ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ളത് കുറച്ചും കൂടി ഉറപ്പിക്കേണ്ടതല്ല. അത് ഇപ്പോൾ ജോസ് കെ മാണി പറഞ്ഞ ചാനലിൽ വന്നല്ലോ. ഞാനും വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. അല്ല, ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ നയങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. UDFനെ സംബന്ധിച്ചിടത്തോളം ആശയപരമായി യോജിക്കാവുന്നവരോട് യോജിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വിശാല അർത്ഥത്തിൽ പറഞ്ഞതാണ്. അതനുസരിച്ച് ഇപ്പോൾ UDFനോട് യോജിപ്പുള്ള ആ പാർട്ടികൾ, വ്യക്തികൾ ഒക്കെ ഒറ്റയും തെറ്റയൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പ്രതിപക്ഷ പറഞ്ഞില്ലേ ഇനിയും ആളുകൾ വരാനുണ്ട് എന്നൊക്കെ. അപ്പോൾ അത് കോൺഗ്രസിൻ്റെ തലത്തിലും പല നിലക്കും പല ഇനീഷ്യേറ്റീവ് നടക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു പാർട്ടി അപ്പുറത്ത് നിൽക്കുമ്പോൾ അതിൽ അവരെ പിന്നെ സമ്മതമില്ലാതെ അവരോട് ഒരു ചർച്ച നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഫോർമലായിട്ടുള്ള ഒരു ചർച്ചയും ഇപ്പോൾ നടക്കുന്നില്ല. ഞങ്ങളുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് ഒന്നാമത് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിത് വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തിരി നേരത്തെയാണ്. ഔദ്യോഗികമായിട്ട് UDFൻ്റെ ചർച്ച നടക്കുമ്പോൾ ആരൊക്കെ വരും, എന്തൊക്കെ വരൂലേ, ആ കാര്യങ്ങളൊക്കെ അപ്പം അറിയാം.
യു ഡി എഫിലേക്ക് കൂടുതൽ കക്ഷികൾ വരുന്നൊരു ട്രെൻഡ് ഉണ്ട്. അത് സ്വാഭാവികം. കാരണം ഇലക്ഷൻ ഇപ്പോൾ നടന്ന 2 ഇലക്ഷനിൽ പാർലമെൻറ്റിലായാലും നമ്മുടെ പഞ്ചായത്തിലായാലും യു ഡി എഫിനൊരു അപ്പർ ഹാൻഡ് ഉണ്ട്. സ്വാഭാവികമായി യു ഡി എഫ് ആണ് നെക്സ്റ്റ് എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ. അപ്പോൾ പല വിഷയങ്ങളും വെച്ച് പിന്നെ പല രാഷ്ട്രീയ പാർട്ടികളും യു ഡി എഫിനോടുള്ള നിലപാടിൽ മാറ്റം വരുത്തുന്നുണ്ട്. ഇനി ജോസ് കെ മണി തന്നെ പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണമുണ്ട് എന്നാണ് ജോസ് കെ മണി തന്നെ പറയുന്നത്. ഒരു ചർച്ചയ്ക്കുള്ള വാതിലടഞ്ഞില്ല എന്നാണോ? ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ട് പുറത്തും പറയേണ്ടതാണല്ലോ. ഈ അർദ്ധസമ്മതത്തിൽ നടക്കുന്ന കാര്യമല്ല അത്. ഞാൻ ഇതിൻ്റെ ഉദാഹരണം പറയുന്നില്ല. യു ഡി എഫിൽ അങ്ങനെ ഒരു ചർച്ച ഒരു തരത്തിലൊരു മുന്നണിയെ കൊണ്ടുവരുന്ന ഒരു മറ്റൊരു പാർട്ടിയെ കൊണ്ടുവരുന്ന അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. കാരണം ആശയപരമായി യോജിക്കുന്നവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യാനും ആശയപരമായി യോജിക്കുന്നവരോട് സഹകരിക്കാനും ഒക്കെ ആയിട്ട് ഒരു തീരുമാനം യു ഡി എഫ് എടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച് അപ്പോൾ പിന്നെ ഈ ഒരു പ്രത്യേകമായ അജണ്ട വെച്ച് ഒരു രാഷ്ട്രീയ പാർട്ടി അപ്പുറത്ത് നിൽക്കുന്ന ഒരു മുന്നണിയിലെ പാർട്ടിയോട് ഞങ്ങൾ സംസാരിച്ചിട്ടില്ല. കേരള കോൺഗ്രസിനെ മുന്നിൽ കൊണ്ടുവരുന്നതിന് യു ഡി എഫിൽ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. അങ്ങനെയൊക്കെ ഔദ്യോഗികമായിട്ട് അങ്ങനെ യാതൊരു തീരുമാനവുമില്ല. പിന്നെ സംസാരം നടക്കുന്നുണ്ടോ ചോദിച്ചാൽ 2 പാർട്ടിയുടെ നേതാക്കന്മാർ കാണുമ്പോൾ രാഷ്ട്രീയം ചർച്ച ചെയ്യൂലേ. അതിനായി തങ്ങൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. വേണമെങ്കിൽ തിരുവമ്പാടി സീറ്റ് പോലും മാണി കോൺഗ്രസിന് നൽകാമെന്ന ധാരണയിലാണ് മുസ്ലിം ലീഗ് ഉള്ളത് എന്ന സൂചനകൾ ശക്തപ്പെടുമ്പോൾ ജോസ് കെ മാണിക്ക് അത് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. അതോടൊപ്പം തന്നെ സീറോ മലബാറിക് സഭയുടെ കടുത്ത സമ്മർദ്ദവും യു ഡി എഫിലേക്കുള്ള ചരടുവലികൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ഇനി കേരളം കാണാൻ പോകുന്ന വിസ്മയകരമായ രാഷ്ട്രീയ ചുവടുമാറ്റം കോൺഗ്രസ് എമ്മിന്റെ യു ഡി എഫ് പ്രവേശനമായാൽ അത് ചിലപ്പോൾ യു ഡി എഫിന്റെ വിജയത്തിന്റെ മാറ്റുകൂട്ടുകയും മലബാറിൽ നിന്നൊരു മാണി കോൺഗ്രസ് മന്ത്രി ഉണ്ടാകാനും അത് വഴിവെച്ചേക്കും.